അരുൺ, ദ്വാരപാലക ശില്പങ്ങളിൽ ഈ സ്വർണ്ണപ്പാളി ഫിറ്റാവുന്നുണ്ടോ? യോജിച്ച രീതിയിൽ തന്നെ ഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? തന്നെയാണ് ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ സ്ട്രോങ് റൂമിൽ നിന്നുമാണ് അലമുള്ള അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതിനുള്ള ചടങ്ങുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ചടങ്ങുകളാണ്. അതിൻ്റെ ഭാഗമായുള്ള ഏറ്റവും ആദ്യത്തെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പീഠം സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടത്. എന്തായാലും ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുകയും ചെയ്യേണ്ടത്. എന്തായാലും വലിയ വിവാദങ്ങൾക്ക് നടുവിൽ, വലിയ ആരോപണങ്ങൾക്ക് നടുവിൽ, അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനയുടെ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലൊക്കെ തന്നെയുമാണ് ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വലിയ ഒരു ആശങ്കയായി തന്നെ ഈ വിഷയം നിലനിൽക്കുകയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വിശദമായി ചർച്ച ചെയ്ത പോലെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ച വലിയ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾക്കൊക്കെ തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ദേവന്റെ ഹിതം മനസ്സിലാക്കിയാണോ ഈ ചടങ്ങ് വീണ്ടും നടത്തുന്നത്? കാരണം അത്ര വലിയ ആരോപണങ്ങൾ, അത്ര വലിയ ക്രമക്കേടുകൾ, അത്ര വലിയ അഴിമതികൾ ഒക്കെ തന്നെയും ശബരിമലയിൽ നടക്കുന്നു. ശബരിമലയുടെ വിശ്വാസത്തിന് കോട്ടം വരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെയും പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ തന്നെയും അവിടെ നടക്കുകയും ഉണ്ട്. അതിൻ്റെ തട്ടിപ്പുകളുടെ കുറികളിലാണ് ഓരോ ദിവസവും പുറത്തു വരികയും ചെയ്തത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചടങ്ങിന് ഏറെ പ്രസക്തി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയ ആശങ്കകൾ, വലിയ ചോദ്യങ്ങളൊക്കെ തന്നെയും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നു. ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുമ്പോൾ ഇത് മാനദണ്ഡങ്ങളൊക്കെ തന്നെയും പാലിച്ചുകൊണ്ടാണോ, ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിച്ചുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് വരേണ്ടത്. എന്തായാലും പീഠം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്വർണ്ണപ്പാളിയിലേക്ക്, ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇപ്പോൾ സ്ഥാപിക്കുന്ന ചടങ്ങിലേക്കാണ് ഏറ്റവും പ്രധാനമായി പോകുന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ആ കാര്യമാണ് എടുത്തു പറയുകയും ചെയ്യേണ്ടത്. അത് കൃത്യമായി തന്നെ ശേഷമാണ് കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചു വേണം ഇത് ഇവിടേക്ക് എത്തിക്കാനുള്ള എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ചടങ്ങുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്തായാലും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ ഇതൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണറെ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കാതെ ഈ ഒരു ദ്വാരപാലകരുടെ അതിനുശേഷമാണ് വലിയ ചർച്ചകൾക്കൊക്കെ തന്നെയും ഈ വിഷയം അതുമായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ
ശബരിമല നട തുറന്നതിന് ശേഷം ദ്വാരപാലക പാളികൾ പുനഃസ്ഥാപിക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസികൾക്കടക്കം വളരെ വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു എങ്ങനെയാണിത് പുനഃസ്ഥാപിക്കുക. കാരണം മറ്റ് ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു തൊണ്ടി മുതലാണത്. കാരണം ചെമ്പ് പൂശിയ പാളികളാണ് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായൊരു അനാസ്ഥ അവിടെ സംഭവിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. ആരുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം ധൃതി പിടിച്ചത് അവിടെ പുനഃസ്ഥാപിക്കണം എന്നുള്ളതൊരു വളരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണല്ലോ.